പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമീൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, സ്വർഗാരോഹണം തിരുനാളിൽ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും വിശ്വാസികളായി നിങ്ങൾക്ക് നേരുന്നു. ഇന്നത്തെ ദിവസം നമുക്കറിയാം, നമ്മുടെ രക്ഷകനായ യേശു സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിരന്തരമായി നമ്മളോടൊപ്പമായിരിക്കാൻ വേണ്ടി കർത്താവ് സ്വർഗത്തിലേക്ക്, പിതാവിന്റെ ഭവനത്തിലേക്ക്, പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്ന ഒരു ദിവസമാണ്. നമുക്കറിയാം കർത്താവായ യേശു മിശിഹ ഉത്ഥാനത്തിന് ശേഷവും ശിഷ്യന്മാരുടെ പുറകെ, ശിഷ്യന്മാരുടെ ഒപ്പമായിരിക്കുകയായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും, യോഹന്നാന്റെ സുവിശേഷത്തിൽ അവസാന ഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, കർത്താവായ ദൈവം വീണ്ടും ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് അവരെ സമാധാനം നൽകുന്നവർക്ക്, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലം ഇരിപ്പുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നുണ്ടോ. അതായത് കർത്താവായ യേശു മിശിഹ ശിഷ്യന്മാരുടെ ഒപ്പം തന്നെ നിരന്തരമായി എപ്പോഴും ഉണ്ട് എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് കർത്താവായ യേശു മിശിഹ സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ കയറുമ്പോൾ, നമ്മൾ മക്കളായ വിശ്വാസികൾക്ക് വേണ്ടി കർത്താവായ ദൈവം 3 ദൗത്യം നമ്മുടെ മുമ്പിൽ നൽകിയിട്ട് പോകുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള തിരുവചനം നമുക്കത് കാണാം. ആദ്യത്തെ ഒരു ദൗത്യം കർത്താവായ യേശു മിശിഹ നമ്മുടെ മുമ്പിൽ നൽകുന്നത് ഇതാണെന്ന്: കർത്താവിനെ കണ്ടപ്പോൾ അവരവനെ ആരാധിച്ചു, എന്നാൽ ചിലർ അവനെ സംശയിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല, കർത്താവായ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഓരോ ത്യാഗത്തെ നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം, കർത്താവിന്റെ ത്യാഗം എത്രയോ വലുതാണ്. സ്നേഹിച്ച വ്യക്തിക്ക് വേണ്ടി, പാപം ചെയ്ത മക്കൾക്ക് വേണ്ടി രക്ഷകൻ സ്വയം ഒരു പരിഹാരം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവായ യേശു മിശിഹ കുരിശുമരണം സ്വീകരിച്ചത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ ഒരു ത്യാഗത്തെ മറക്കാൻ പാടില്ല. എന്നും നമ്മൾ വിശുദ്ധിയോടെ കർത്താവിനെ ആരാധിക്കണം, പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം, എല്ലാ അധികാരവും ദൈവത്തിന് നൽകപ്പെട്ടിരിക്കുന്നു, കർത്താവിന് നൽകപ്പെട്ടിരിക്കുന്നു. ഈ ഭൂമിയിലെ എല്ലാ അധികാരവും കർത്താവിൻ്റെതാണ്. ആ അധികാരമാണ് നമ്മളിലേക്ക് നൽകുന്നത്. നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണം, നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മൾ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥനയിൽ നമ്മളെ ശക്തിപ്പെടുത്തണം, നമ്മൾ മുഖേന അനേകം വ്യക്തികളെ ശക്തിപ്പെടുത്തണം. മൂന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കണം, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മൾ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവർക്ക് ജ്ഞാനസ്നാനം നൽകണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കണം. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എപ്പോഴും കർത്താവായ യേശു മിശിഹ നമ്മളോട് ഉണ്ടായിരിക്കും. ഇതൊരു വലിയൊരു സത്യമാണ്, ഇതൊരു വലിയൊരു അടയാളമാണ്. രക്ഷകനായ ഈശോ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. എപ്പോഴും ഈശോ നമ്മളോടൊപ്പം ഉണ്ട് എന്നൊരു വലിയൊരു സത്യം, ഒരു അടയാളമാണ്. നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, കർത്താവ് ശിഷ്യന്മാരെ 40 ദിവസം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, വിശുദ്ധിയിൽ ജീവിക്കാൻ പഠിപ്പിച്ചു, പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിക്കാൻ പഠിപ്പിച്ചു, പരിശുദ്ധാത്മാവിൽ അവരുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ പഠിപ്പിച്ചു. അവർ ഈ ലോകത്തിൽ ഇറങ്ങി സുവിശേഷ പ്രസംഗം നടത്തുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ജീവിക്കാൻ വേണ്ടി അവരെ പഠിപ്പിക്കുകയും ചെയ്തു. കർത്താവിന്റെ ദൗത്യം ഇതാണെന്ന്: ഈ ലോകമെല്ലാം സുവിശേഷമായി തീരണം, അനുഗ്രഹമായി തീരണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല, നമ്മുടെ പാപത്തെ, മരണത്തെ, നമ്മുടെ എല്ലാ പ്രശ്നത്തെ, അല്ലെങ്കിൽ നമ്മുടെ അടിമത്വത്തെ എല്ലാം മാറ്റിയത് കർത്താവിന്റെ കുരിശുമരണമാണ്. നമ്മൾ ഇന്ന് എന്നേക്കും നീക്കം ചെയ്തു കളഞ്ഞു. ഇനി വിശുദ്ധി മാത്രമേ ഉള്ളൂ നമ്മുടെ അടുത്ത്. ആ വിശുദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് നമ്മളോടൊപ്പം വസിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ 10 ദിവസം പ്രാർത്ഥിക്കാം. ഈ ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും വിശ്വാസികൾക്ക് നേർന്നു കൊള്ളുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.